പാട്ട് പഠിക്കോ? Happy birthday to you. Happy birthday to you. Happy birthday, Bhagyan. Happy birthday to you. ഇന്നേ വരെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിച്ചിട്ടില്ല എന്നുള്ളവരുണ്ടോ നമ്മുടെ ഗ്രൂപ്പിൽ? അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ, ഭാഗ്യൻ. അപ്പോൾ ഭാഗ്യൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് ഇന്ന്. പ്രണയം വരുമ്പോൾ മാത്രമല്ല അത്രേ, ആദ്യമായിട്ട് കേക്ക് മുറിക്കുമ്പോഴും അടിവയറ്റിൽ നിന്ന് ബട്ടർഫ്ലൈ പറന്നുയരും എന്നാണ് ഭാഗ്യം പറയുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ. ഈ ഒരു മന്തിലാണ് നമ്മുടെ വീട്ടിലത്തെ എല്ലാവരുടെയും ബർത്ത്ഡേ ആയിരുന്നത്. അതായത് ജനുവരിയിൽ കേട്ടോ. അതായത് അച്ഛൻ്റെ, അമ്മയുടെ, ഭാഗ്യൻ്റെ, ഏട്ടായുടെ ഒക്കെ ബർത്ത്ഡേ ജനുവരിയിലായിരുന്നു. അപ്പം നമ്മൾ എല്ലാവരെയും ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഭാഗ്യം പറഞ്ഞത്, മോനെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇതുവരെ കേക്ക് മുറിച്ചിട്ടില്ല എന്ന്. എന്നാൽ പിന്നെ നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുക തന്നെ. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭാഗ്യനാണ് മുറിക്കാറുള്ളത് കേട്ടോ, ശ്രീകുട്ടനും കൂടെ. പക്ഷേ ആളുടെ ബർത്ത്ഡേക്ക് ആയിട്ട് ആൾക്ക് കേക്ക് മുറിക്കണം എന്നൊരു നിർബന്ധം. അങ്ങനെ നമ്മൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള തിരക്കിലായി. ഞാൻ ഒട്ടും കുറച്ചില്ല, നമുക്ക് വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി വീട്ടുകാരെയും അയൽപ്പക്കക്കാരെയും ഒക്കെ വിളിച്ചിട്ട് തന്നെ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ നമ്മൾ ഉച്ചരിഞ്ഞ് അച്ചാറിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ വടുകപ്പുളി എന്ന് പറയും. അപ്പോൾ വടുകപ്പുളി അച്ചാറിട്ടിട്ടാണ് നമ്മുടെ അന്നത്തെ ദിവസം തുടങ്ങുന്നത്. അമ്മ, ചേച്ചി ഒക്കെ വന്നാലാണ് ഒരു വൈബ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ അവർ വരുമ്പോഴേക്കും കുട്ടി കുട്ടി പണികളൊക്കെ തീർത്ത് വയ്ക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അച്ചാറിട്ട് തുടങ്ങിയാലോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഗംഗാധരേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള വെപ്പുകാരൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ദേഹണ്ണക്കാരെന്ന് പറയില്ലേ. അപ്പോൾ ചേട്ടനാണ് ഇങ്ങനെ മുറിക്കുന്നത്. ചേട്ടനല്ല, ഇപ്പം അപ്പൂപ്പനാണ് ഇങ്ങനെ മുറിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ സ്പൈറലായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുകളൊക്കെ പെടാതെ തന്നെ കയ്പില്ലാത്ത അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്രേ. ഇതൊന്നും ഇങ്ങനെ കുനുകുന അരിഞ്ഞെടുക്കണം കേട്ടോ. ഈ ഒരു ടെക്നിക്ക് ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ആൾക്കാരെ നമുക്ക് ഓർമ്മ വരും. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം സദ്യ ഉണ്ടാക്കിയിരുന്നത്, അന്ന് വീടുകളിലൊക്കെ അല്ലേ സദ്യ ഉണ്ടാക്കണേ, അപ്പോൾ ആ സമയത്തൊക്കെ ഏറ്റവും അധികം നമ്മൾ വിളിച്ചിരുന്നത് ഗംഗാധര വല്യശ്ശനെയാണ് കേട്ടോ. നമ്മുടെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ദഹനക്കാരനൊക്കെ വല്യശ്ശൻ തന്നെയായിരുന്നു. വല്യശ്ശൻ്റെ മക്കളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ വല്യശ്ശനൊക്കെ ഞങ്ങൾ ഇപ്പോഴും മനസ്സിൽ ഒരുപാട് ആരാധിക്കുന്നുണ്ടെന്ന് അവരറിയട്ടെ അല്ലേ. അവരിൽ നിന്നൊക്കെയല്ലേ നമ്മൾ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ പഠിച്ചു തരണേ. കണ്ടോ, ഇതുപോലെ സ്പൈറലായിട്ട് എടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഊര് പോലും പെടാതെ നമുക്ക് നല്ല കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പണ്ട് നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ മിക്കതും തലേദിവസം തൊട്ട് തന്നെ, വീടിൻ്റെ അടുത്തൊക്കെയല്ലേ കല്യാണങ്ങൾ ഉണ്ടാവുക, തലേദിവസം തൊട്ട് തന്നെ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും പിന്നാമ്പുറത്തായിരിക്കും ഈ അരിയലും പിടിക്കലൊക്കെ ആയിട്ട്. അച്ഛനൊക്കെയാണ് അന്ന് നാളികേരം ചിരണ്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവരൊക്കെ നല്ല ആരോഗ്യവാന്മാരായ പണ്ടത്തെ എന്തിനും പോകുന്ന ആൺപിള്ളേരായിരുന്നു. അപ്പോൾ നമ്മൾ കല്യാണത്തിന് കൊണ്ടുപോകുമ്പോൾ മിക്കതും ദേഹണ്ണപ്പെരയിലായിരിക്കും നമ്മുടെ സമയങ്ങൾ കഴിച്ചു കൂട്ടുക. അപ്പോൾ അന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ട്രിക്കുകളാണ് കേട്ടോ ഇത്. അത് കുറച്ച് ഉപ്പും മുളകില്ലെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, തിരുമ്മി വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നാടൻ പച്ചമുളക് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതന്നെ ഇടണമെന്നില്ല കേട്ടോ. പച്ചമുളക് എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് നമ്മുടെ ജസ്റ്റ് പിക്കിൾ പൗഡർ ഇട്ടാലും മതി. അപ്പോൾ നമ്മൾ കുറച്ച് നാടൻ പച്ചമുളക് അതിൻ്റെ ഇടയിൽ കൂടെ നല്ല നാടൻ കറിവേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ അച്ചാറിന് എന്നാണ് എല്ലാവരും പൊതുവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നന്നായിട്ടെന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ, എല്ലാവർക്കും ഉള്ളതല്ലേ അല്ലേ അത്. അതായത് നമ്മൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ നല്ല എരിവുള്ള പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. റെസിപ്പി കാര്യമായിട്ടൊന്നും ഞാൻ പറയണില്ലേ, കാരണം നിങ്ങൾക്ക് ഒരുപാട് വട്ടം ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനൊന്ന് ചാറാക്കുകയാണ്. നന്നായിട്ട് കുറുകും. പിന്നെ നമ്മളിതിൽ വലിയ കാര്യമായിട്ട് വിനാഗിരി ഞാൻ ഒഴിച്ചിട്ടില്ല, വലിയ കാര്യമായിട്ട് നല്ല ഒഴിച്ചിട്ടേ ഇല്ല, കാരണം നമുക്കിത് ഇന്ന് തന്നെ കഴിയുമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നല്ല കല്ലുപ്പിട്ടു. ഏറ്റവും ലാസ്റ്റ് വെള്ളമായിട്ടിരിക്കുന്നുണ്ടാവും. ഉപ്പ് നമ്മൾ തിരുമ്മിയ കാരണം കൊണ്ട് ഈ വടുകപ്പുളി കുറച്ച് വെള്ളമായിട്ടിരിക്കുന്നുണ്ടാവും. അതും കൂടി ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ വടുകപ്പുളി അച്ചാർ റെഡി ആയിട്ടോ. ഇനി ഇത് കുറേ ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൊറുക്ക ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി, വെള്ളം ഒഴിക്കുന്നതിന് പകരം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുറേ നാൾ ഇരിക്കുകയൊക്കെ ചെയ്യും. ഇത് ഇപ്പം തന്നെ കഴിയും. അത് കാരണം നമുക്ക് ഇതുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും പണിയണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഭവമായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് ആ വെള്ളയിലേക്ക് അങ്ങനെ അവിടെ വീഴുമ്പോൾ കുറച്ച് ചാറോട് കൂടി നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കണം. ബീഫിൽ ലിവർ മേടിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗ്യന്, അത് ഉണ്ടാക്കണം. പിന്നെ പയറും കായും ഉപ്പേരി വെക്കണം. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അമ്മ വരുമ്പോഴേക്കും ചേച്ചിയൊക്കെ വരുമ്പോഴേക്കും ആരാദ്യം വരുമെന്ന് അറിയില്ല കേട്ടോ. ഈ പരിപാടികളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ അച്ചാർ എന്ന് പറയുന്നത്. അച്ചാർ അടിപൊളിയായിട്ടില്ലേ? ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് ഏത് അച്ചാർ വേണമെങ്കിലും ഇങ്ങനെ ഇടാം. മാങ്ങയോ നാരങ്ങയോ പൈനാപ്പിളോ ഒക്കെ നമുക്ക് ഇങ്ങനെ അച്ചാറിട്ടാലും ആ ഒരു നമ്മളിടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ടേസ്റ്റ് മാത്രമാണ് മാറി നിൽക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അതേപോലെ നിൽക്കും.
അപ്പോൾ ആദ്യത്തെ വിഭവം റെഡി. പിന്നെ നമ്മൾ വല്ലപ്പോഴും ഞാൻ നമ്മുടെ സുജാതയുടെ മിക്സിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക നമ്മുടെ പ്രീതി ചേച്ചിനെ എടുക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിയും അനിയനും ചേച്ചിയും ചേട്ടനും നിങ്ങളെങ്ങനെ പറയാ? ചേച്ചി അനിയനും ചേച്ചിയും ചേട്ടനാണോ? എങ്ങനെ പറഞ്ഞാലേ ശരിയാവുക? എങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല അത്. എൻ്റെ അമ്മ നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയാണ് താഴെ, ഭാഗ്യനാണ് മൂത്തത്. അപ്പോൾ ഭാഗ്യൻ ചേച്ചിന്ന് വിളിക്കും, ചേച്ചി ഭാഗ്യനെ രാജുവേട്ടാന്ന് വിളിക്കും. അത് പണ്ട് തൊട്ടേയുള്ള ശീല, ഇവൻ നമ്മുടെ കല്യാണത്തിന് മുന്നേ തൊട്ടേയുള്ള ശീല. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വന്നു, നമുക്ക് പാചകം ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്, ഒപ്പം നമ്മുടെ ചേച്ചി എത്തിയിട്ടുണ്ട്. നമ്മൾ ഒല്ലൂരിൽ നിന്ന് സ്പെഷ്യലായിട്ട് മേടിക്കുന്നതാണ് നമ്മുടെ നൂൽ പൊറോട്ട എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പാർട്ടികളിലൊക്കെ കേമനായിട്ട് നിൽക്കുന്നത് നൂൽ പൊറോട്ടയാണ് കേട്ടോ. നൂൽ പൊറോട്ട കഴിച്ചപ്പോഴും എല്ലാവർക്കും ഇഷ്ടമായി. ഒരെണ്ണത്തിന് 10 രൂപയാണ്. അങ്ങനെ നമ്മൾ 50 എണ്ണം കണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ശ്രീകുട്ടന് ഇതിനെ നൂലപ്പം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നൂല് പോലെ ഇരിക്കുന്ന കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരുപാട് ബർത്ത്ഡേകൾ നിങ്ങൾ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗത്തിലൊക്കെ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ജസ്റ്റ് ഭാഗ്യൻ്റെ ബർത്ത്ഡേ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇക്കൊല്ലത്തെ. അങ്ങനെ നമ്മുടെ നൂൽ പൊറോട്ട ചേച്ചി വന്നപ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഏട്ടായി മേടിച്ച് കൊടുത്തു വിട്ടതായിരിക്കും. അപ്പോൾ നമ്മളിനി ബാക്കി നമ്മുടെ പരിപാടിയിലേക്കൊക്കെ കടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പ്രീതി ചേച്ചി ഈ ഒരു സംഭവത്തിൽ ഇവരൊക്കെ പെട്ടെന്ന് തന്നെ അരിഞ്ഞു തരും കേട്ടോ. ചേച്ചി വന്നപ്പോൾ തന്നെ നമ്മുടെ ഫുഡ് നമുക്ക് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴേക്കാണ് ഫംഗ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീൻ മേടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്, വലിയൊരു വറ്റ മീൻ മേടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുട്ടയുണ്ടായിരുന്നു അത്ര. അപ്പോൾ അത് ചേച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമായി ഈ വക സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഒരെണ്ണം കിട്ടിയപ്പോൾ ചേച്ചി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ശ്രീകുട്ടനെ 2 ദിവസം കഴിയുമ്പോൾ വൃത്തിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ മീൻ നമ്മൾ വറ്റ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് വറ്റിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ വറക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫങ്ഷൻസൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ തമ്മിൽ ഒത്തുകൂടുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് വർത്താനം പറയാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബോണ്ട് നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു അവസരം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ആഘോഷിക്കുന്നത് കേട്ടോ. ഇപ്പോഴും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അനാവശ്യ ചിലവല്ലേ എന്ന് വിചാരിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും. അതൊക്കെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇഷ്ടം ചെയ്യുന്നവർ ചെയ്യട്ടെ, ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ, ലെറ്റ് എൻജോയ് ദെയർ ലൈഫ്, അങ്ങനെ വിചാരിക്കാമല്ലേ നമുക്ക്. ഇത്രയൊക്കെ സന്തോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമല്ലേ. അപ്പോൾ ദൈവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ പോലും നമുക്ക് വലിയ വലിയ രീതിയിൽ ആഘോഷിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മുറ്റമൊക്കെ വൃത്തിയാക്കാനായിട്ട് ശാന്തമ്മ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ പരിപാടിയൊന്നും എനിക്ക് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മീൻ വറക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് ചൊറുക്കയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി ഒരു 2-3 മണിക്കൂർ മാറ്റി വയ്ക്കും. കാരണം നമുക്ക് ബാക്കി എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വരെ വറുത്തെടുത്താൽ മതി. പിന്നെ ഒരു സ്പെഷ്യലായിട്ടുണ്ടായിരുന്നതാണ് ലിവർ ഫ്രൈ എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മളന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. റെസിപ്പിയൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ഇടയിലൊന്നും നമുക്കതൊന്നും, ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നമുക്കതൊന്നും എല്ലാം ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലടാ. ഇനി എപ്പോഴെങ്കിലും കുറച്ച് റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ, എപ്പോഴെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ലിവർ ഫ്രൈ നമ്മുടെ തട്ടുകടയിൽ വെക്കുന്ന രീതിയിൽ വെച്ചോളൂ മോനെ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, കഴിച്ചെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിരുന്നു. കാരണം ചേട്ടൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്, ഇവരൊരു 10-15 ഒരു ഗ്യാങ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് അത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളെല്ലാവരും കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ദൈവം മേശ്രീ ഒരു SP ആണല്ലോ ഈശ്വര. അങ്ങനെയല്ല കേട്ടോ, അത് കഴിച്ചിട്ട് അവർ പറഞ്ഞ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പൊങ്ങുന്നതുകൊണ്ട് കുറച്ച് വിരോധമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സെൽഫ് റെസ്പെക്റ്റും കൂടിയല്ലേ, നമ്മൾ നമ്മുടെ തന്നെ അംഗീകരിക്കുന്നു എന്നുള്ളത് ഒരു 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 നമുക്ക് കിട്ടുന്നൊരു ഭയങ്കര അപ്രിസിയേഷൻ അല്ലേ. അത് ആസ്വദിക്കാമല്ലോ അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ചട്ടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് ചിക്കൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. ചിക്കൻ ഞാൻ പിന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അടിയിൽ അടുപ്പുണ്ട്, അടുപ്പിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പിന്നെ നമുക്ക് നേരം ഉണ്ടായില്ല, അടുപ്പ് കത്തിച്ചൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നു തോന്നിയ കാരണം കൊണ്ടാണ് നമ്മൾ പിന്നെ നമുക്ക് 5 അടുപ്പുണ്ട്, 5 അടുപ്പിൽ നമുക്ക് വിപുലമായി ചെയ്യാം. നൂൽ പൊറോട്ട, അതച്ചാറ്, അച്ഛനുള്ള അച്ചാർ തന്നെ.
ചേച്ചിയമ്മേരെ കുഞ്ഞുമോൻ വന്നതിൻ്റെ പ്രകടനമാണ് നിങ്ങൾ ഈ കണ്ടത് കേട്ടോ. അവർ തമ്മിൽ ഭയങ്കര ബോണ്ടാന്ന് ഞാൻ പറയാറില്ല. രണ്ടാളും നേരിൽ കണ്ട് അടിയും കൂടും. അതുപോലെ തന്നെ 2 ദിവസം കണ്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചേച്ചിയമ്മേരെ അടുത്തേക്ക് ഒന്ന് പോകായിരുന്നു എന്ന് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ചിക്കൻ വറുത്തിട്ട് വെക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ആദ്യം വിചാരിച്ചത് ജസ്റ്റ് വെക്കാമെന്നാണ്. പിന്നെ വിചാരിച്ചു വറുത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അമ്മ പറഞ്ഞു വറുത്ത് വെച്ചാൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് തിരുമ്മി കൂട്ടിയിട്ട് നമ്മളാദ്യം അത് വറക്കാനായിട്ട് വെക്കും, വറുത്തെടുക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ അടുപ്പിൽ നമുക്ക് ജസ്റ്റ് ഗ്രേവി ഒന്ന് തയ്യാറാക്കി വെക്കാം. അപ്പോൾ വറുത്ത ചിക്കനിൽ ഈ ഗ്രേവി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയാൽ മതി എന്ന് വിചാരിച്ചു. ഗ്രേവിയിൽ നമ്മൾ ഗരം മസാല, മല്ലിപ്പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളിടും. പിന്നെ നമ്മൾ 2-3 നല്ല വലിയ തക്കാളി അടിച്ചൊഴിക്കും. അതൊരു ഗ്രേവി തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് നൂൽ പൊറോട്ടയ്ക്കൊപ്പം കഴിക്കാനായിട്ട് എപ്പോഴും ഗ്രേവി വേണ്ടേ. അപ്പോൾ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അത് ചെയ്തത്. പിന്നെ അമ്മ കടയിൽ അവൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നല്ല അടിപൊളി അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നടാ. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പാലടനേക്കാൾ സൂപ്പറായിരുന്നു അമ്മ കൊണ്ടുവന്ന അടപ്രഥമൻ. അപ്പോൾ അത് ഞാനൊന്ന് കഴിച്ചു. ചേച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ ഭാഗ്യൻ്റെ കൂടെ വന്നപ്പോൾ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ബാക്കി പരിപാടികളൊക്കെ 2 അടുപ്പിലൊക്കെ ആയിട്ട് ചെയ്ത് കൂട്ടുകയാണ്. ഞാനും ചേച്ചി എല്ലാവരും കൂടെ കിച്ചണിൽ നിന്ന് വിരകുന്ന കുറച്ച് കാഴ്ചകളായിരിക്കും നിങ്ങൾ ഇനി കാണുന്നുണ്ടാവുക. ചിക്കൻ എപ്പോഴും വറുത്ത് വെക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക നമ്മൾ വറുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ചിലർക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ചിക്കൻ വറുത്ത് കറി വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നാറുണ്ട്. പിന്നെ ഉപ്പും മുളകൊക്കെ പിടിക്കുക എപ്പോഴും വറുത്ത് കറി വെക്കുമ്പോഴാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് കാരണം ചെറുപ്പം തൊട്ടേ ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയ അവസരം തൊട്ടേ ഞാൻ ചിക്കൻ വറുത്താണ് കറി വെക്കാറുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ കുരുട്ടുപണികളൊക്കെ ഇല്ലേ, നമുക്ക് സമയമില്ലാത്ത നേരത്തും മടി പിടിക്കുന്ന നേരത്തൊക്കെ വരുന്ന പരിപാടികളുണ്ടല്ലോ, അപ്പോഴാണ് ചിക്കൻ നമ്മൾ കുക്കറിൽ വെക്കാറ്. അരി വരെ കൊണ്ടുവന്ന അമ്മയോ അമ്മയുടെ പ്രകടന പേരക്കടാവിന് കേക്ക് വന്നു. കേക്ക് അമ്മ വന്നില്ലല്ലോ. അമ്മ വന്നു. അതെ പയർ പൊട്ടിക്കാൻ പപ്പേനെയും മോനെയും കൂടി പയർ പൊട്ടിക്കാനായിട്ട് വിട്ടതാണ്. പപ്പേനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് പൊന്നുമോൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. അവൻ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന പാട്ടാണ് കേട്ടോ അത്, നമ്മുടെ ശ്രീകുട്ടൻ. നമ്മുടെ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് കുറച്ച് മൂട് പയർ നമ്മൾ നട്ട് റെഡിയാക്കിയിരിക്കുന്നത്. പയറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പിന്നെ ഇവിടെ നിന്ന് മാറ്റി നമ്മൾ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യും. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു പരിസരം എന്നൊക്കെ പറയുന്നത്. ശ്രീകുട്ടൻ്റെ കരവിരുതാണ് കേട്ടോ ഈ ഒരു പാട്ട് ഷൂട്ട് ചെയ്തത്. ചിക്കൻ വറക്കുന്നതിൻ്റെ മണം എത്തുമ്പോൾ ഓടി വരുന്ന കുട്ടികളുണ്ടോ വീട്ടിൽ? അങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരാളുണ്ട്. ആളവിടെ ഇരുന്ന് പയർ നന്നാക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ദേ ഇരിക്കണം. അപ്പം ചിക്കൻ തൊട്ടപ്പുറത്ത് പ്ലേറ്റിലിരിക്കുന്നുണ്ട്, പയർ നന്നാക്കണമുണ്ട്. നിങ്ങളിത് കാണൂ, അമ്മ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അമ്മ കളത്തിലിറങ്ങി പിന്നെ നമുക്ക് എല്ലാം ഷടപ്പടയെന്ന് കഴിയും. ഇവിടെ ഏതൊക്കെ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയുന്നേക്കാളും കൂടുതൽ ചേച്ചിക്കറിയാം. കാരണം ചേച്ചിയാണ് എല്ലാം ഒതുക്കി വെച്ചിട്ട് പോണ ആള്. പാലിടാട്ടാ, പെട്ടെന്നാവണ പാലടയണം. നെയ്യൊഴിച്ചിട്ടേ അടയെന്ന് നന്നായി ഇളക്കുക. 3 പെണ്ണുങ്ങൾ കൂടിയ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ വിശേഷങ്ങളാണ്. ആ ആഴ്ച എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ എന്നും വൈകുന്നേരം ആകുമ്പോൾ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും നേരിൽ കാണുമ്പോൾ പറയാം. 100 വിശേഷം നമുക്കുണ്ടാവും കേട്ടോ. അത് വീട്ടിലിങ്ങനെ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തോരം പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ കുറച്ച് കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ പായസം ഉണ്ടാക്കുന്നത്. അപ്പം അമ്മ ആദ്യം പഞ്ചസാര ഒന്ന് ഉരുക്കി അങ്ങനെയാണ് നമ്മളിത് സെറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ പായസത്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. ഏളായ്മ പുറത്ത് നിന്നത് കരഞ്ഞുകൊണ്ട് ഉള്ളി എരിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാലട റെഡി ആയിട്ടാ.
അങ്ങനെ എല്ലാ പണികളും അവസാനം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞു. പിന്നെ അത് ജസ്റ്റ് നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കൂട്ടി തിരുമ്പി കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക വേണ്ടു. പിന്നെ വേറെ പരിപാടികൾ, നമുക്ക് ലിവർ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടുണ്ട്. നോൺ വെജ് ഐറ്റംസ് ആണ് ഒത്തിരി ഉള്ളത്. അത് കാരണം തന്നെ നമ്മൾ കുറച്ച് കായും പയറും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലത്തെ കായ, നമ്മുടെ വീട്ടിലത്തെ പയർ, അതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് ഉപ്പേരി പോലെ ആക്കാമെന്ന് വിചാരിച്ച്. എന്തോരം നോൺ വെജ് ഉണ്ടെങ്കിലും ഇതെന്തായാലും ഇവിടെ ചിലവാകും കേട്ടോ. കാരണം അങ്ങനെ ഉപ്പേരി കൂട്ടിയിട്ട് ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറോട്ട മാത്രമല്ല, ചോറുണ്ടായിരുന്നു. ചോറിന് വേണ്ടിയിട്ടാണ് ഈ വക സംഭവങ്ങളൊക്കെ. ഒരു സൈഡ് ഡിഷായിട്ട് പൊറോട്ട ഉണ്ടെന്ന് മാത്രം. ശ്രീകുട്ടൻ്റെ നമ്മളെ എന്തൊക്കെയോ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അപ്പുറത്തെ അമ്മ നിന്നിട്ട് നമ്മുടെ മീൻ വറ്റിച്ചു കേട്ടോ. മീനും അമ്മ വറുത്തിട്ടാണ് വറ്റിച്ചത്. അത് അമ്മയുടെ ചാനലിൽ ഒരുപാട് വട്ടം അമ്മ റെസിപ്പികളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ അപ്പം അന്നാണ് നമ്മളെല്ലാവരും വിളിക്കാൻ പോയത്. കാരണം നമ്മൾ അന്ന് കാലത്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ ആഘോഷിക്കുക ബർത്ത്ഡേന്ന്. അപ്പം ഞാൻ പതുക്കെ പോയിട്ട്, ഇവിടെ ഇളയച്ചന്മാരുടെ വീടൊക്കെ തൊട്ടടുത്തുണ്ട്. പിന്നെ ചേച്ചിമാരുണ്ട്, അമ്മായിയുടെ മക്കളുടെ വീടൊക്കെ തൊട്ടടുത്തുണ്ട്. അപ്പം അമ്മായിമാർക്ക് ഭാഗം കിട്ടിയപ്പോൾ അമ്മായിമാർ ഇവിടെ തന്നെയാണ് വീട് വെച്ചത്. പിന്നെ മക്കളിൽ അവർക്ക് എല്ലാവർക്കും പെൺമക്കളായ കാരണം കൊണ്ട് പെൺമക്കളും ഇവിടെ തന്നെയാണ് താമസിക്കുന്നതൊക്കെ, ചേച്ചിമാരൊക്കെ. അതുകൊണ്ട് നമ്മളൊരു കൂട്ടായ്മ ഉണ്ട് കേട്ടോ വീടിന് ചുറ്റും. അപ്പോൾ എന്നിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴൊക്കെ കൂടുകയൊക്കെ ചെയ്യും. ഇവിടെ ചേട്ടൻ്റെ ഇവിടെ, നമ്മുടെ ഇവിടെ വല്ലൂര്. പിന്നെ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റാത്തത് എല്ലാവർക്കും വീഡിയോയുടെ ഉള്ളിൽ വരാൻ താല്പര്യമില്ലാത്ത കാരണം കൊണ്ടാണ്. ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീഡിയോയിൽ വന്നിട്ട് അത് പിന്നെ പബ്ലിഷ് ചെയ്യുമ്പോൾ കാണുമ്പോൾ അതൊരു നിരസത്തിന് ഇടയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പകുതിയും ഫങ്ഷൻസുകളൊക്കെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ പക്ഷെ നമ്മളവിടെ പോയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ കുഞ്ഞിളയമ്മ, അതായത് ഏറ്റവും താഴെയുള്ള അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ. തൊട്ടപ്പുറത്താണ് കേട്ടോ വീട്, കോമള ഇളയമ്മ. അപ്പോൾ ഇളയമ്മ പണികളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടി ഓടി വന്നതാണ്. തൊട്ടടുത്ത വീട് തന്നെയാണ്. ഇളയമ്മ ഇങ്ങനെ വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ സഹായിച്ചു തന്നിട്ട് ഓടിപ്പോവും കേട്ടോ. പിന്നെ നമ്മൾ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ ദാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് വെള്ളമൊഴിച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചാറോട് കൂടിയിട്ടുള്ള നൂൽ പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയായി. ഇളയമ്മ അപ്പുറത്ത് മറ്റേ ഉപ്പേരിക്കുള്ളത് റെഡിയാക്കാണ്. അച്ഛൻ ഇവിടെ ഇരുന്ന് പൈനാപ്പിൾ ചെത്തുന്നു. പൈനാപ്പിൾ ഡെഡിക്കേറ്റഡ് പോയി അച്ഛൻ. അങ്ങനെ ഫൈനലി നമ്മൾ ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഉപ്പുമുളകൊക്കെ കൂട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മളൊന്ന് സെറ്റാക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞനേട്ടായും എത്തി. ഭയങ്കര ഹാപ്പിയാണ് കേട്ടാ. ഇത് നമ്മുടെ പ്രശോഭേട്ടൻ, ഇവിടെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ 2 മക്കളാണ്. ഇവര് ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് താമസിക്കുന്നത്. ചേട്ടൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്കിന് പോകേണ്ട സൗകര്യത്തിന് കുറച്ച് നീങ്ങി. അപ്പോൾ 2 കൂടി വന്നു എൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ എപ്പോഴും കാണും അത്ര. അപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്നെ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ കുറേ പാട്ടൊക്കെ പാടി തന്നു എനിക്ക് കേട്ടോ. ഞാൻ അവരുടെ പേര് പറയാൻ മറന്നുപോയി. മോൻ്റെ പേര് ഗഗനും മോളുടെ പേര് നിഹാരിക എന്നാന്ന് തോന്നുന്നു, നിച്ചു എന്നാണ് വിളിക്കുക. അപ്പോൾ അവർ സ്പെഷ്യൽ ഹായ് പറഞ്ഞോളൂ ആൻറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് അവരെ. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി. അത് കഴിഞ്ഞ് നമുക്ക് കേക്ക് മുറിക്കാം. അമ്പാടിനെ ഓർമ്മയുണ്ടാണ് പണ്ടൊരു വീഡിയോയിൽ ഞങ്ങളുടെ അമ്പാടി ചക്കിട്ട് ഒരു സീനുണ്ട്. ചേച്ചി പറഞ്ഞു നാറ്റിക്കും തന്നെ. അമ്പാടിയാണ് അമ്പാടി. ഇപ്പൊ വലിയ കുട്ടിയേട്ടാ. എവിടെയായിരുന്നു? ഒമാനില്, മസ്കറ്റില്. അപ്പൊ ആള് വേറെ ഒരു കമ്പനിയിലേക്ക് ജോബ് വേക്കൻസി നോക്കിക്കൊണ്ടിരിക്കുന്നു. പാപ്പാ എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഇതൊക്കെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനാണ് കേട്ടോ. പിള്ളേരൊക്കെ വളർന്നു വരുന്ന നമ്മുടെ ജനറേഷനാണ്, കൊല്ലംപറമ്പിൽ ജനറേഷൻസ്. പിന്നെ ചേച്ചിമാരുടെ മക്കളുണ്ട് കേട്ടോ കുറേ പേരൊക്കെ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിള്ളേരെ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നതാ. പിന്നെ നമ്മുടെ വിഭവങ്ങളൊക്കെ കാണണ്ടേ. ലിവർ റോസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് തന്നെയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കൊക്കെ ഇട്ട് സെറ്റാക്കിയതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ മീൻകറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻകറി, അമ്മയെ വെച്ചേട്ടാ. പിന്നെ നമ്മൾ പൈനാപ്പിൾ ചെത്തി വെച്ചിട്ടുണ്ട്. പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു. പായസം അമ്മ ഉണ്ടാക്കിയ പായസമായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നൂൽ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നൂൽ പൊറോട്ട ഉണ്ടാക്കിയതല്ലല്ലോ, മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മീൻ കഷ്ണം പറ്റ നന്നായിട്ട് വറുത്തത്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മീൻ വറുത്തതാണ്. അത് കാരണം കൊണ്ടാണ് അമ്മ അതെടുത്ത വശം കടിച്ചത്.
ഏറ്റവും പ്രിയപ്പെട്ടത് മീൻ വറുത്തത്. ചിക്കൻ കറി ഒന്നും കൂടി റെഡി ആവണം എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് നമ്മുടെ പയറും അതുപോലെ തന്നെ കായും ഉപ്പേരി പിന്നെ അച്ചാറുണ്ടല്ലോ, നമ്മുടെ അച്ചാറൊക്കെയാണ് കേട്ടോ. എത്രയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന വിഭവങ്ങൾ. നേരത്തെ കണ്ട കോമളയല്ലേ മക്കളെ ഈ കോമള. എല്ലാവരും പോയി ഡ്രസ്സൊക്കെ മാറി വന്നു. നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി കുളിച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരാണ്, ഞാൻ പറഞ്ഞില്ല ചേട്ടന് കുറേ കൂട്ടുകാരുണ്ടെന്ന്. കൂട്ടുകാരാണ് അവിടെ ഇരിക്കുന്നത്. ആക്ച്വലി ഞാൻ അവർ ഭക്ഷണം കഴിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫോൺ ചെറിയ കംപ്ലൈൻ്റ് ആയപ്പോൾ, ഫോണല്ല ക്യാമറ ചെറിയ കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചേഞ്ച് ചെയ്തപ്പോൾ കുറച്ച് വിഷ്വൽസൊക്കെ പോയടാ. അപ്പോൾ ഭാഗ്യൻ്റെ മുഖത്തുള്ള സന്തോഷം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് തന്നെ. അപ്പോൾ ഇനി ഭാഗ്യൻ്റെ കുറച്ച് ലീലാവിലാസങ്ങൾ കാണാം കേട്ടോ. പാട്ട് പഠിക്കോ? ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മളൊരു മാംഗോ ഫ്ലേവറുള്ള ഓറഞ്ച് ഫ്ലേവറുള്ള ഒരു കേക്കായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കേക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ശ്രീക്കുട്ടൻ വലിയൊരു പീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. മുഴുവൻ കഴിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്നാണ് പറയണത് അമ്മ. അപ്പോൾ ഭാഗ്യൻ്റെ മുഖത്തുള്ള ആ സന്തോഷം കണ്ടില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്താ പറയുക സംഘടിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കേക്ക് മുറിക്കണമെന്നുള്ള സന്തോഷം ഉണ്ടായത്. നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആളുടെ ബർത്ത്ഡേക്ക് ആൾ ആദ്യമായിട്ടാണ് കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 40-42 കൊല്ലത്തിൻ്റെ ഇടയിൽ അതും സംഭവിച്ചു മക്കളെ, അതും സംഭവിച്ചു. കേക്ക് മുറി ഫംഗ്ഷൻ കഴിഞ്ഞ് ചേച്ചി കേക്ക് പങ്കുവയ്ക്കുന്നത് എങ്ങനെയുണ്ട് ശ്രീക്കുട്ട കേക്ക്? അച്ഛൻ്റെ പിറന്നാളിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? അച്ഛൻ്റെ പിറന്നാളിനെ പറ്റി എന്താ അഭിപ്രായം? ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്തും വെറുതെ ഗുഡ് ബോയ് ആണ് കേട്ടാ, ഗുഡ് ബോയ്.
ഞങ്ങളുടെ വളർന്നു വരുന്ന ജനറേഷനിലെ തരുണിമണികൾ ഇതിൽ വിട്ടൊന്നും പുഴത്താൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫാമിലി എന്ന് പറയുന്നത്. എളേമ മിത്തൂട്ടൻ ഗൾഫിലാണ് കേട്ടോ. ഗൾഫിൽ നിന്ന് വന്നതാണ് ആളെ ലീവിന് വേണ്ടിയിട്ട്. അപ്പുറത്തിരിക്കുന്നത് പ്രിയേച്ചി, കോമളേളേമ, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ന്യൂ ജനറേഷൻ. എളേമ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഇനി എല്ലാവരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ അവർക്ക് വിളമ്പിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പൊതുവേ നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ വരുമ്പോൾ പൊതുവേ നമ്മളെല്ലാവരും തിരക്കിലാവും. അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അത്രയും നമ്മൾ എഫേർട്ട് എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറയൂ കേട്ടോ. ആരെങ്കിലും കേക്ക് മുറിക്കാത്തവരുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് കേക്ക് മുറിക്കാത്തവരുണ്ടെങ്കിൽ, ഒരുപാട് വലിയ വിപുലമായ രീതിയിലൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു കുട്ടി സദ്യയൊക്കെ ഒരുക്കി അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് ഒരു കേക്കും മേടിച്ച് ജസ്റ്റ് ഒന്ന് ആഘോഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഈ ബട്ടർഫ്ലൈ അടിവയറ്റിൽ നിന്ന് ബട്ടർഫ്ലൈ വരുന്ന ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും വിളിച്ചു കൂട്ടി നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് നമ്മളൊന്ന് ഒത്തുകൂടി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരെ പ്രൈവസിയെ മാനിച്ച് കുറേ ആൾക്കാരൊന്നും ചിലപ്പോൾ വീഡിയോയിൽ ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ, ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അടിച്ച് പൊളിച്ച് എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ച വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയില്ലടാ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്കതൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഭാഗ്യനൊരു വിഷ് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം ശ്രീ.